ഹലോ ഹായ് നമസ്കാരമുണ്ട്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. മേക്കപ്പ് ട്യൂട്ടോറിയൽ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. ഞാനിവിടെ പുറത്ത് കറങ്ങാനൊക്കെ പോകുമ്പോൾ ചെയ്യുന്ന എൻ്റെ ഒരു ഗോ ടു മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. നമ്മൾ ഒത്തിരി നാളായല്ലേ മേക്കപ്പ് ട്യൂട്ടോറിയലൊക്കെ ചെയ്തിട്ട്. പിന്നെ ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് പ്രത്യേകതയും കൂടി ഉണ്ട്. ഒരു കൊളാബറേഷൻ വീഡിയോ ആണ്. ഞാൻ പറയാറില്ലേ, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒത്തിരി നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ദീപിക. അപ്പോൾ ദീപികയായിട്ടാണ് ഞാൻ ഇന്ന് കൊളാബറേറ്റ് ചെയ്യുന്നത്. ദീപികയും ഇതുപോലെ തന്നെ ദീപികയുടെ സ്റ്റൈലിലുള്ള ഗോ ടു മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്യും. അപ്പോൾ ദീപികയുടെ ചാനലിൻ്റെ പേര് ഡീപ് തോട്ട്സ് ദീപിക എന്നാണ്. അപ്പോൾ ഞാൻ ചാനലിൻ്റെ ലിങ്കും വീഡിയോൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. നിങ്ങളത് എടുത്തിട്ട് കാണാം. ചാനൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇഷ്ടമാവും. കാരണം നല്ല നല്ല സ്കിൻ കെയർ, ഹെയർ കെയർ, DIYs, അതുപോലെ മേക്കപ്പ് ട്യൂട്ടോറിയൽസ്, ഹെയർ സ്റ്റൈൽ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇങ്ങോട്ട് ദീപികനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഫാമിലിയിലേക്ക് പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരുന്നുണ്ടല്ലേ. അതിലത്തെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഓൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും, മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. നമ്മൾ ഏതൊരു മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേയും ഹെയർ നന്നായിട്ട് കെട്ടി വെക്കുക കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ നമ്മളുടെ മുഖത്തേക്ക് ഹെയർ വന്നിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. പിന്നെ പൊട്ട് മാറ്റി വയ്ക്കാൻ മറന്നുപോയി. പിന്നെ നിങ്ങളുടെ സ്കിന്ന് ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ മേക്കപ്പ് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വെക്കാനായിട്ട് മുൾട്ടാണി മിറ്റി ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇങ്ങനത്തെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ വേണ്ട കേട്ടോ. കാരണം നമ്മളങ്ങനെ ജസ്റ്റ് പുറത്ത് പോകുമ്പോൾ ചെയ്യണം മേക്കപ്പ് അല്ലേ. പക്ഷെ ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ നിങ്ങൾ ആ മുൾട്ടാണി മിറ്റി ഫേസ് പാക്ക് ഇടുകയാണെങ്കിൽ നമ്മളുടെ മേക്കപ്പ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. പിന്നെന്താ, ഞാൻ പിന്നെ വേറൊരു മോയ്സ്ചറൈസറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്, ബയോട്ടിക്കിൻ്റെ തന്നെ. ഇപ്പം അതെൻ്റെ കയ്യിൽ തീർന്നു പോയി. അപ്പോൾ ഉണ്ടായിരുന്നത് നിവ്യ ആയതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. രണ്ടും എൻ്റെ സ്കിന്നിന് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട്. ചിലർ പറയുന്നത് ബയോട്ടിക്കിൻ്റെ മോയ്സ്ചറൈസർ ഓയിലി സ്കിന്നുകാർക്ക് ചേരില്ല എന്നാണ്. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് നമുക്ക് കണ്ണിന് ചുറ്റുമുള്ള ഏരിയ ഒന്ന് ജസ്റ്റ് നമ്മളുടെ അണ്ടർ ഐ ക്രീം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എടുത്തിട്ടുള്ളത് ബയോട്ടിക്കിൻ്റെ ഒരു അണ്ടർ ഐ ക്രീമാണ്. ഇത് അണ്ടർ ഐ ക്രീമായിട്ടും കിട്ടും, ജെല്ലായിട്ടും കിട്ടും. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, അതുപോലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ വന്ന ചുളിവ് മാറുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. പക്ഷെ നമ്മൾ ഭാവിയിൽ ചുളിവുകൾ വരുന്നത് കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അണ്ടർ ഐ ക്രീം അധികം ഒന്നും ഇട്ട് കൊടുക്കണ്ട, വളരെ കുറച്ച് മാത്രം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മളുടെ റിംഗ് ഫിംഗർ ഇല്ലേ, മോതിരവിരൽ വെച്ചിട്ട് വേണം നമ്മൾ പതുക്കെ മസാജ് ചെയ്യാൻ. കാരണം എന്തുകൊണ്ടാണെന്നറിയോ മോതിരവിരൽ ഉപയോഗിക്കാൻ പറയുന്നത്? അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫിംഗേഴ്സിൽ ഏറ്റവും പ്രഷർ, നമ്മളുടെ ഫോഴ്സ് കുറവുള്ളത് റിംഗ് ഫിംഗറാണ്. നമ്മളെവിടെയെങ്കിലും ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ അത് വളരെ കുറച്ച് പ്രഷർ മാത്രം തരുള്ളൂ. നമ്മളുടെ കണ്ണിന് ചുറ്റുമുള്ള ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഏരിയ അല്ലേ. നമ്മൾ പതുക്കെ വേണം കൈകാര്യം ചെയ്യാനായിട്ട്. കണ്ടോ, പതുക്കെ അപ്ലൈ ചെയ്യാം. ലിപ്സ് ഞാൻ മോയ്സ്ചറൈസ് ചെയ്യാൻ എടുത്തിട്ടുള്ളത് ലിപ് ബ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ് ബാമാണ്, ലിപ് ക്രീമാണിത്. ഒരു ക്രീമിൻ്റെ പോലെയാണ്, ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് ഡെയിലി ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേയൊക്കെ അപ്ലൈ ചെയ്യാം. ഡെയിലി ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ ചുണ്ട് കറുത്തു പോകാതിരിക്കാനൊക്കെ ഇല്ലേ നമുക്ക് യൂസ് ചെയ്യാം. കണ്ടോ, ഒരു ക്രീമിൻ്റെ പോലെയാണ്, വൈറ്റ് കളറാണ് ഇത് വരുന്നത്. ലിപ്സ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തു. അപ്പോൾ ഇനി മോയ്സ്ചറൈസേഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാം. നമ്മളുടെ മേക്കപ്പ് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആവാനും അതുപോലെ നമ്മളുടെ മുഖത്തുള്ള പോഴ്സിൻ്റെ അകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മേക്കപ്പ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൈമർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന പ്രൈമർ അലോവേര ജെല്ലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ യൂസ് ചെയ്യുന്നത് ആയുഷിൻ്റെ ഒരു അലോവേര ജെല്ലാണ്. ഇത് ഞാൻ എൻ്റെ സ്കിൻ കെയറിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ജെല്ലാണ് കേട്ടോ. നല്ല ജെല്ലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. ഇതിൽ പഞ്ചവൽക്കടി തൈലം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഫേസിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക് കഴുത്തിൽ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി.
എന്നിട്ട് പിന്നെ ഒരു 5 സെക്കൻഡൊക്കെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്കതൊന്ന് ഫുള്ളായിട്ട് നമ്മളുടെ ഫേസിൽ അബ്സോർബ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ അലോവേര ജെൽ ഉണ്ടല്ലോ, നമ്മൾ ഫേസിൽ ഡെയിലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവാനൊക്കെ നല്ലതാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ലാക്മേയുടെ നമ്മളുടെ മെയിൻ മേക്കപ്പ് പ്രോഡക്റ്റായിട്ട് എടുത്തിട്ടുള്ളത് ലാക്മേയുടെ 9 to 5 നാച്ചുറൽ CC ക്രീമാണ്. ഞാനിപ്പോൾ ഇത് റീസെൻ്റായിട്ട് വാങ്ങിച്ച ഒന്നാണ്. അപ്പോൾ ഇതിനെപ്പറ്റി റിവ്യൂ ചെയ്യാൻ അന്ന് നൈക്ക ഹോള് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെപ്പറ്റി റിവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കുറേ ആൾക്കാർ. അപ്പോൾ എന്തായാലും ചെയ്യാം അടുത്ത് തന്നെ. അപ്പോൾ CC ക്രീമാണ്. എൻ്റെ ഷെയ്ഡ് ഇതിൽ ഹണിയാണ് കേട്ടോ. നല്ലൊരു CC ക്രീമാണ്. ഞാൻ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലാക്മേയുടെ തന്നെ ഒരു വേറെ CC ക്രീം ഇല്ല, അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇത് വളരെ കുറച്ച് മാത്രം മതി, നല്ലപോലെ ഫേസിൽ ഫുള്ള് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം എടുത്താൽ മതി. നമുക്ക് വേണമെങ്കിൽ ഇത് കൈ കൊണ്ട് അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ പിന്നെ ബ്യൂട്ടി ബ്ലെൻഡർ കൊണ്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു ഫൗണ്ടേഷൻ്റെ കവറേജ് ഒന്നും നമുക്ക് തരില്ലെങ്കിലും നമ്മളുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഇത് ഒത്തിരി മറയ്ക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഡെയിലി മേക്കപ്പ് ഒക്കെ ചെയ്യണമെന്ന് ഉള്ള ആൾക്കാരുണ്ടാവില്ലേ, ഓഫീസിലേക്കൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് പോകണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരുണ്ടാവും. കുറച്ച് നല്ല ലുക്കിൽ പോകണം എന്നുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. അതുപോലെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. കാരണം ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ ഇത്തിരി ഹെവി മേക്കപ്പ് ലുക്ക് തോന്നും. നമ്മൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ചിലർ ഫൗണ്ടേഷൻ ഒന്നും ഇടണ്ട, എന്നാൽ ജസ്റ്റ് ഒന്ന് ഫേസ് നല്ല ഫ്രഷ് ലുക്ക് വേണം എന്ന് തോന്നുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു CC ക്രീമാണ്. ഇപ്പോൾ തന്നെ കാണാൻ നിങ്ങൾക്ക് എൻ്റെ ഫേസിലുള്ള മാറ്റം അത് അപ്ലൈ ചെയ്തപ്പോൾ. CC ക്രീം ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് അപ്ലൈ ചെയ്യുക കോമ്പാക്ട് പൗഡറാണ്. അപ്പോൾ നമ്മളുടെ മേക്കപ്പ് കുറച്ചും കൂടിയും ലോങ് ലാസ്റ്റിംഗ് ഒക്കെ ആയിട്ട് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കുറച്ച് CC ക്രീം അല്ല, കോമ്പാക്ട് പൗഡർ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുള്ളൂ, അധികം ഇടരുത്. ഇത് മറ്റേ മാബ്ലിൻ്റെ 24 hours കോമ്പാക്ട് പൗഡറാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഫേസിൻ്റെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആക്കും, സ്വെറ്റിങ് കൺട്രോൾ ചെയ്യും എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നല്ലൊരു കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. നമുക്ക് മേക്കപ്പ് ഒക്കെ ലോങ് ലാസ്റ്റിംഗ് ഒക്കെ ആയിട്ട് വെക്കുന്നുണ്ട്, സ്വെറ്റിങ്ങും കുറവ് തന്നെയാണ് പറഞ്ഞ പോലെ തന്നെ. ഇനി നമുക്ക് അടുത്തതായിട്ട് കണ്ണെഴുതാൻ എടുത്തിട്ടുള്ളത് മാബ്ലിൻ്റെ തന്നെ ഒരു കൊളോസൽ കാജലാണ്. അപ്പോൾ ഞാൻ താഴെ വാട്ടർ ലൈനിൽ മാത്രം കണ്ണെഴുതുന്നുള്ളൂ. ആദ്യം വാട്ടർ ലൈനിൽ എഴുതിയിട്ട് പിന്നെ ഈ ഔട്ടർ കോർണറിൽ എത്തില്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. എൻ്റെ കണ്ണ് കുറച്ച് ചെറുതാണ്, കുറച്ച് വലിയതായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യണേ. പിന്നെ കുറച്ച് വാലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇപ്പുറത്തെ കണ്ണ് എഴുതാം നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് കണ്ണിൻ്റെ മേൽഭാഗത്തെ വാട്ടർ ലൈനിൽ ഞാൻ എഴുതി കൊടുക്കാറുണ്ട്. ഇതും നമ്മളുടെ കണ്ണ് കുറച്ച് വലിയതായിട്ട് തോന്നാനുള്ളൊരു ട്രിക്കാണ് കേട്ടോ. അടുത്തതായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ളത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഡാർക്ക് ബ്രൗൺ കളർ ഐബ്രോ പെൻസിലാണുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എൻ്റെ ഐബ്രോസ് അത്യാവശ്യം തിക്കാണ്. അപ്പം ഞാൻ കുറച്ച് എൻ്റെ ഒരു DIY സംഭവം എൻ്റെ പുരികത്തിൽ ഇടുന്നുണ്ട് കേട്ടോ. അത് കാരണം കുറച്ച് പുരികം കട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു എനിക്ക്. ഇതൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട്. ഐബ്രോസ് ഫില്ല് ചെയ്തതിന് ശേഷം ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പഴയ മസ്കാരയുടെ ബ്രഷ് ഇതിന് വേണ്ടി തന്നെ എടുത്തു വെച്ചാണ്. പിന്നെ ഞാൻ അടുത്തതായിട്ട് ചെയ്യുക മസ്കാര ഇട്ട് കൊടുക്കും. മസ്കാര ഡെയിലി ഒന്നും അപ്ലൈ ചെയ്യാറില്ല. വല്ല സ്പെഷ്യൽ ഒക്കേഷനൊക്കെ വരുമ്പോൾ അതുപോലെ സ്പെഷ്യൽ മേക്കപ്പ് ചെയ്യുമ്പോൾ മാത്രം ഞാൻ ഇടാറുള്ളൂ. നമ്മൾ എന്നും മസ്കാരയൊന്നും ഇടാൻ പാടില്ല. ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കൺപീലി കൊഴിഞ്ഞു പോവും.
പിന്നെ ഞാൻ ഇന്ന് ലിപ്സ്റ്റിക്ക് ഇടുന്നില്ല, ഒരു ലിപ് ഗ്ലോസ് ആണ് ഇടുന്നത്. ലാക്മേയുടെ 925 നറിഷിങ് ലിപ് ഗ്ലോസ് എന്ന് പറഞ്ഞിട്ട് ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ട് അധികം നാളായിട്ടില്ല. നല്ലൊരു ലിപ് ഗ്ലോസ് ആണിത്. ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ഉണ്ട്, അതുകൊണ്ട് പിന്നെ ലിപ്സ്റ്റിക്ക് ഇടേണ്ട ആവശ്യമില്ല. ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി ഇടണം, വെയിറ്റ് ലോസ് സ്റ്റോറി ഇടണം എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതുപോലെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ഉടനെ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ എൻ്റെ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ ആയോന്ന് എനിക്കറിയില്ല. സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലത്തെ ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ഇന്ന് കാണിച്ചത്. പിന്നെ ഹെയർ ഞാൻ പറയുകയാണെങ്കിൽ ഫ്രീ ഹെയർ ഇടാനാണ് എനിക്കിഷ്ടം. അങ്ങനെ ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈലൊന്നും ഞാൻ ചെയ്യാറില്ല. കൂടിപ്പോയാൽ ജസ്റ്റ് ഇങ്ങനെ ഹെയർ കുറച്ചെടുത്തിട്ടൊരു ബനാന ക്ലിപ്പ് ഇടും, അല്ലെങ്കിൽ പിന്നെ പോണിറ്റെയിലാണ് കെട്ടാറ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഗോ ടു മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ഗോ ടു മേക്കപ്പ് ലുക്ക്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി, യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.